അങ്ങനെ ഒരു ഓണക്കാലം കൂടെ വരവായില്ലേ. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ വക ഒരു സാരി ഡൈയിങ് വീഡിയോ ആണ്. വിഷുവിനൊരു സാരി പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സക്സസ് ആയതിൻ്റെ തുടർന്നാണ് ഞങ്ങൾ സാരി ഡൈയിങ്ങിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സാരി ഡൈയിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഒരു കോട്ടൻ്റെ തുണിയാണ്. അപ്പോൾ കോട്ടൻ്റെ സാരി നമ്മൾ അമ്മയുടെ അലമാരിയിൽ നിന്ന് പൊക്കി ചേച്ചി അവളുടെ അലമാരി വെച്ചിട്ട് ഇപ്പോൾ അതാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തേക്കുന്നത്. ആൻഡ് ഇതിന് നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി മേടിച്ചേക്കുന്നത് കഥമെന്ന ബ്രാൻഡിൻ്റെ ഓറഞ്ച് കളറാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ സെറ്റ് സാരീനെ ഡൈ ചെയ്ത് ഓറഞ്ച് സെറ്റ് സാരി ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് സാരി ഇങ്ങനെ ഇതുപോലെ കെട്ടി തൂക്കിയിടണം, നന്നായി മടക്കിയിട്ട് കെട്ടി തൂക്കിയിടണം. ആൻഡ് അതിന് നമ്മൾ ഒരു സർഫേസിൽ ഇതുപോലെ വിരിച്ചിട്ടിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത്, ഞങ്ങളിപ്പോൾ ഈക്വൽ ഹാഫായിട്ടാണ് എടുത്തത് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഇതുപോലെ റോൾ ചെയ്ത് മടക്കിയിട്ട് നമുക്ക് എത്രത്തോളമാണോ ഡൈ ചെയ്യേണ്ടത് അവിടെ ഒരു ത്രെഡ് വെച്ച് നോട്ട് ചെയ്യുക. ഞങ്ങൾ യൂസ് ചെയ്തത് ട്വൈൻ ത്രെഡാണ്. അപ്പോൾ ഏത് തരം ത്രെഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക, നമുക്ക് എത്രത്തോളമാണ് വേണ്ടതെന്നുള്ളത്. ഞങ്ങളൊരു ഈക്വൽ ഹാഫാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഡൈ കലക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം തപ്പിയിട്ടാണ് പോയത്. അപ്പോൾ അടുക്കളയിൽ അധികം ഉപയോഗിക്കാത്ത ഒരു പാത്രം നമ്മൾ എടുത്തു. അത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന കാരണം നല്ല അഴുക്കും പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി അകവും പുറമൊക്കെ നന്നായി വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ ഒരു പാത്രം വെള്ളം നിറച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചു. അടുപ്പത്ത് വെച്ച ഗ്യാപ്പിൽ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കുകയാണ്. ഒരു ബൗളെടുത്തു, കളർ പൗഡർ എടുത്തു. ആൻഡ് ആ കളർ പൗഡർ നമ്മൾ കവർ കട്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അതായത് ഒരു ട്രയാങ്കിൾ മാത്രം കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ആ കവർ റീസൈക്കിൾ ആവുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ബൗളിലേക്ക് 2-3 സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കളർ പൗഡർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ലംസ് ഒന്നും ഇല്ലാണ്ട്. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഒരു പിടി ഉപ്പാണ് ഇടേണ്ടത്. പിടി എടുത്തില്ലെങ്കിൽ ഒരു 10-12 സ്പൂൺ ഉപ്പ് അതിലിട്ടിട്ട് നന്നായി തിളപ്പിക്കുക. ഇട്ട് കൊടുത്ത ഉപ്പ് ഒരുവിധം നന്നായി അരിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കളർ കുറേശ്ശെ ഒഴിച്ച് നന്നായി അത് കലക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അതൊരു വിധം മാച്ച് ആവുള്ളൂ. അപ്പോൾ ആ പാത്രം കൂടി ഒന്ന് അതിലേക്ക് കഴുകി ഒഴിക്കുക. അപ്പോൾ നല്ലൊരു റെഡിഷ് കളറിലുള്ള വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ പതിയെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാം. കുറച്ച് ചൂടായതിനു ശേഷം നമുക്ക് വെള്ളം ഒന്ന് വാങ്ങി പുറത്ത് കൊണ്ടുവന്ന് വെക്കാം. കാരണം നമ്മൾ അകത്ത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ടൈലൊക്കെ അല്ലേ, കളറുകൾ ചിലപ്പോൾ ടൈലിലൊക്കെ പിടിക്കും. അതുകൊണ്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കാം. ആൻഡ് അതിന് ശേഷം നമ്മളൊരു ബക്കറ്റ് നിറയെ വെള്ളം പിടിക്കണം. പിടിച്ച് വെച്ചേക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മുക്കിയതിന് ശേഷം വെറുതെ ഒന്ന് പിഴിഞ്ഞ് കളയുക. ആൻഡ് നമ്മൾ ഡൈ കലക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഏത് ഭാഗത്താണോ കളറാവേണ്ടത് ആ ഭാഗം മാത്രം മുക്കി പിടിക്കുക. നമ്മൾ കയറിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കുറച്ച് അതിലേക്ക് മുട്ടിച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് പിടിച്ച് വെക്കുക. കുറച്ച് നേരത്തേക്ക് അത് മുക്കിയും താഴ്ത്തിയും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കളറ് നമ്മുടെ ഫാബ്രിക് അബ്സോർബ് ചെയ്ത് എടുക്കുന്നതാണ്. കുറച്ച് നേരം കൂടെ ഫാബ്രിക് അതിൽ റെസ്റ്റ് ചെയ്യാൻ വിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് നമ്മൾ ഡൈ ചെയ്ത തുണി വീണ്ടും ആ ബക്കറ്റിലേക്ക് ഇടുക. അങ്ങനെ കുറച്ച് നേരം അതൊന്ന് അലമ്പുക. മുക്കിയും താഴ്ത്തിയും കാണിക്കുമ്പോൾ ആ ഫുൾ കളർ അങ്ങോട്ട് ഇളകി പോകണ്ട. പക്ഷേ ഏകദേശം വെള്ളം ഒരു ഓറഞ്ച് കളർ ആവുന്ന വരെ നമ്മളത് നന്നായിട്ട് അലമ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ശരിക്കും നമുക്ക് ആ പെർഫെക്റ്റ് കളർ കിട്ടുള്ളൂ. അത് നന്നായി അത് അലമ്പിയതിന് ശേഷം നമ്മളതിനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടുക്ക് കെട്ടിക്കൊടുത്തിരുന്ന നോട്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫാബ്രിക് കീറാതെ ശ്രദ്ധിക്കുക. ആൻഡ് അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫാബ്രിക് നന്നായിട്ട് നമ്മളിങ്ങനെ വിരിച്ചിട്ട് നമ്മളൊരു അഴയിൽ തോരയിടുകയാണ് വേണ്ടത്. അപ്പോൾ അരയിൽ തോരയിടുമ്പോൾ ഒരു ദിവസമൊക്കെ മതിയായിരിക്കും ഇത് ഉണങ്ങി കിട്ടാൻ. പക്ഷേ നമ്മളിത് ചെയ്ത സമയത്ത് നല്ല മഴ ആയതുകൊണ്ട് 2-3 ദിവസമൊക്കെ പിടിച്ചു ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ. അപ്പോൾ ഇങ്ങനെയാണ് അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. അതിനി നമ്മളത് അയൺ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ മുകളിലൊരു പേപ്പർ ഇട്ടിട്ടാണ് അയൺ ചെയ്തത്. പക്ഷേ ഇതിന് നമുക്ക് അയൺ ചെയ്യുമ്പോൾ അങ്ങനെ പേപ്പർ ഇടണമെന്ന് ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ അയൺ ചെയ്യാം. കാരണം നമ്മുടെ അയൺ ബോക്സിൽ ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. സോ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇങ്ങനെയാണ് നമുക്ക് ഡൈ ചെയ്തപ്പോൾ സാരി കിട്ടിയത്. സോ ഒരു ഈക്വൽ ഹാഫായിട്ടാണ് തന്നെ കിട്ടിയത്. നമ്മുടെ അടിഭാഗത്തും നമ്മൾ മേത്ത് മുന്താണി ഇടുമ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമുക്ക് കളർ കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. മറ്റേത് നെക്സ്റ്റ് ടൈം. ഇത് ടാറ്റ ആൻഡ് ബൈ ഫ്രം മീ.